Hi everyone, welcome back to another video. നമ്മുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ പല കാലഘട്ടങ്ങളിലായി കടന്നു പോകും അല്ലേ. ചില ആൾക്കാർ നമ്മുടെ ലൈഫ് ലോങ് കാണും. കുറേ ആൾക്കാർ ജസ്റ്റ് കുറച്ച് നാളത്തേക്കിന് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരവരുടെ ലൈഫിലേക്ക് തിരിച്ചു പോകും. സോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് കാണും. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിൻ്റെ ബോണ്ട് വേറൊരു രീതിയിലായിരിക്കും. പിന്നെ നമ്മൾ കുറച്ചുകൂടെ വളർന്ന ഒരു ഹൈസ്കൂള് കോളേജിലേക്കൊക്കെ എത്തുമ്പം നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഫ്രണ്ട്സ് അത് മറ്റൊരു രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. പിന്നെ നല്ല സുഹൃബന്ധങ്ങൾ കാണും, ചില പ്രണയങ്ങൾ കാണും, ചില പ്രണയങ്ങളൊക്കെ തകർന്നു പോകും, പക്ഷേ ചില പ്രണയങ്ങളൊക്കെ സക്സസ്ഫുൾ ആകുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഫ്രണ്ട്ഷിപ്പ് പോലെ അല്ലെങ്കിൽ ഈ പ്രണയം പോലെ തന്നെ കടന്നു പോകുന്ന ആൾക്കാരാണ് നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ ബോസ്മാർ ഒക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന അങ്ങനത്തെ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്ന ഉദാഹരണം മറ്റൊന്നുമല്ല, നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 തന്നെയാണ്. ചില ആൾക്കാർക്ക് ഈ റിലേഷൻസ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ഞാനൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ. എനിക്ക് ഒരാളുമായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് മീറ്റപ്സ് വെക്കുക, കോഫി ഡേറ്റ്സിന് പോവുക. സോ അങ്ങനെയുള്ളൊരു സംഭവം എനിക്ക് പറ്റത്തില്ല. അത് ചിലപ്പോൾ ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ചില ആൾക്കാരുണ്ട്, കാണുന്ന എല്ലാവരുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കും. അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുന്ന മാത്രമല്ല, അതിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അവർക്കൊരു പ്രത്യേക കഴിവ് കാണും. ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്നതും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, സംസാരിക്കുക, മെസ്സേജ് അയക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ റിലേഷൻസിനെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും അതൊരു കഴിവ് തന്നെയാണ്. എനിക്കെന്തായാലും ആ കഴിവില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് സീസൺ 6 നോക്കുവാണെങ്കിൽ അതിലെ കണ്ടസ്റ്റൻസ് ശരിക്കും നമ്മളൊന്ന് ചകഞ്ഞ് നോക്കുവാണെങ്കിൽ ഓരോ കണ്ടസ്റ്റൻസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരും ഫ്രണ്ട്സും ഒക്കെയാണ്. അപ്പം ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. ആരാണ് നമ്മുടെ നോറ ആൻഡ് ജാസ്മിൻ. നോറയും ജാസ്മിനും പുറത്ത് ഫ്രണ്ട്സ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അവർ അത്ര നല്ല ഫ്രണ്ട്സ് ഒന്നും അല്ലായിരുന്നു. ഒരു കൈൻഡ് ഓഫ് ടോക്സിക് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും ഈഗോയും ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു നോറയും ജാസ്മിനും തമ്മിൽ എന്നാണ് അതിനകത്ത് അവരുടെ സംസാരത്തിൽ നിന്നും പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനെ വളരെ പേഴ്സണലി അറിയാവുന്ന ഒരു സുഹൃത്താണ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന സായി. അപ്പം ഇവർ 3 പേരും തമ്മിൽ അറിയാമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അതിനകത്തൊരു കണ്ടസ്റ്റൻ്റ് ആണ് ജിൻഡോയെ പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് ശരണ്യ. അപ്പം അവിടെ അടുത്ത ഒരു അറിയാവുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് അൻസിബ, ശ്രീതു, ഈ പറയുന്ന ശ്രീരേഖ, പിന്നെ ഞാൻ ആരാണ് വിട്ടുപോയത്, നമ്മുടെ ഋഷി. ഇവരൊക്കെ ഒരു ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റിനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവർ തമ്മിൽ അറിയാവുന്ന ആൾക്കാരായിരിക്കും. സോ എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെ പരസ്പരം അറിയാവുന്ന കുറച്ച് ആൾക്കാരെ കൊണ്ട് ഈ ബിഗ് ബോസ് സീസൺ 6 ഇട്ടിരിക്കുന്നത്? ബേസിക്കലി അവർ തമ്മിലുള്ള ഒരു ബോണ്ട്, അത് പോസിറ്റീവായിട്ടുള്ളതാണെങ്കിലും നെഗറ്റീവായിട്ടുള്ള ബോണ്ടാണെങ്കിലും അത് അതിലെ ഗെയിമിനെ ബാധിക്കുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ടായിരിക്കാം ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സും അല്ലാത്ത കാര്യങ്ങളുമൊക്കെ അറിയുന്ന ആൾക്കാരെ കൊണ്ട് ഇട്ടിരിക്കുന്നത്. ഇനി അതിനകത്തെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും മറ്റേ ഈ പറയുന്ന പ്രണയബന്ധങ്ങളാണെങ്കിലും നോക്കുവാണെങ്കിൽ അതിനകത്ത് നല്ലതും ചീത്തതും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മെയിലിൽ സംസാരിക്കാൻ പോകുന്ന ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പും അതുപോലെ അൻസിബ ഋഷി റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ജിൻഡോ ആൻഡ് നമ്മുടെ ജാൻമണി റിലേഷൻഷിപ്പ്, ഈ 3 റിലേഷൻഷിപ്പാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ജാസ്മിൻ ആൻഡ് ഗബ്രിയുടെ റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് സൗഹൃദമല്ല, സൗഹൃദത്തിന് മേലെയാണ്, എന്നാൽ പ്രണയത്തിന് താഴെയാണ്, ഇൻ ബിറ്റ്വീൻ ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു റിലേഷനാണ് അവരുന്ന്. പക്ഷേ അതെന്താണെങ്കിലും നമുക്ക് അവരുടെ റിലേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നതിൽ നിന്നും അവർ ചെയ്യുന്നത് എന്തിൽ നിന്നും നമുക്ക് അവരുടെ റിലേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ല. പക്ഷെ ഞാനിത് എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു റിലേഷനകത്തുനിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് പഠിക്കാൻ കുറച്ചുണ്ട്. സോ ഓരോ ടാസ്കുകൾ വരുമ്പോൾ, ഓരോ ഗെയിംസ് വരുമ്പോഴൊക്കെ ഈ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് നമ്മൾ കുറേയധികം കാര്യങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കാണാം. നിനക്ക് ചെയ്യാൻ പറ്റും, നിനക്ക് കയറി വരാൻ പറ്റും, നീ നല്ല ഗെയിമറാണ് എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിലേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് നമ്മൾ വേണമെങ്കിൽ റെസ്പെക്റ്റ് എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുക, അതിൻ്റെ ഒരു അടയാളമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിമ്പലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ഇപ്പോൾ ഗെയിം ഒന്ന് താന്നു പോകുമ്പോഴത്തേക്കിനും
അതുകൊണ്ടാണ് നിൻ്റെ ഗെയിം താന്നു പോയത്, നീ ഇങ്ങനെ ചെയ്യണം എന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു റിലേഷനിൽ ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും അതിൽ പോരായ്മകളാണെങ്കിലും നല്ല കാര്യങ്ങളാണെങ്കിലും എടുത്തു പറയുന്നതും അതിനെങ്ങനെ റെക്ടിഫൈ ചെയ്യണമെന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് വേണം അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ജാസ്മിൻ്റെ ഗബ്രിയുടെയും കാര്യത്തിൽ പറയുവാണെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ, ഇപ്പോൾ ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്താണെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ അവർ പരസ്പരം സംസാരിക്കാൻ, ഈ ജാസ്മിൻ അങ്ങോട്ട് ഗബ്രിയെ അപ്രോച്ച് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഗബ്രി അവൾ പറയുന്നത് ഉൾക്കൊള്ളാനും അത് കേൾക്കാനും മനസ്സിലാക്കാനും ഒരു ടൈം അവൾക്ക് കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ലാസ്റ്റ് എന്താണ് എവിക്റ്റ് ആയി പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ദിവസം ഒരു ഗെയിമിൽ നടന്ന ഒരു പ്രശ്നമായിട്ട് റിലേറ്റ് ചെയ്ത് അവർ നടത്തിയ ഒരു ചർച്ചയ്ക്കകത്ത് അതിനകത്ത് ഗബ്രി ജാസ്മിൻ പറയുന്നത് ഒട്ടും കേൾക്കാൻ തയ്യാറല്ലാതെ തലേണയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നതും, അതുപോലെ തന്നെ ജാസ്മിൻ ചേസ് ചെയ്ത് പിന്നെയും അത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഗബ്രീനെ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതൊരു റിലേഷനിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്താണ്, ഒരാൾ നമ്മുടെ റിലേഷനിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പം അത് നമ്മൾ ഇരുന്ന് പറഞ്ഞ് സംസാരിച്ച് അത് തീർക്കണം. അപ്പം അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് തീർക്കുമ്പം ഓപ്പോസിറ്റിലുള്ള ആൾ നമുക്ക് പറയാനുള്ള പോയിന്റ് കേൾക്കാൻ നിന്നില്ലെങ്കിലോ പ്രശ്നം അവിടെ സോൾവ് ആകത്തില്ല. ഇനി അൻസിബയുടെയും ഋഷിയുടെയും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവർ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ എന്താണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോയിന്റ്സ് ആണെങ്കിൽ അത് എന്താണെന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെ ക്ലിപ്പ് എനിക്ക് എന്താണെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാനത് കറക്റ്റായിട്ട് ചെയ്തത്. നിങ്ങൾ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എന്താണ് അവർ പറയുന്നത്, ഒരു ബ്രദർലി അഫെക്ഷൻ ആണ് ഋഷിയോട് എന്നാണ് അൻസിബ പറയുന്നത്. സോ അതിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ, ഒരു റിലേഷൻ്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻ എത്രത്തോളം ക്ലോസ് ആകാം എന്നുള്ള ആ ഒരു ലിമിറ്റ് അവരുടെ രണ്ട് പേരുടെയും മനസ്സിൽ കറക്റ്റായിട്ടുണ്ട്. അത് ഡിഫൈൻഡ് ആണ്. എത്രത്തോളമാണ് അവരുടെ റിലേഷൻ, എത്രത്തോളം അവർക്ക് അടുത്ത് വരാൻ വേണ്ടി പറ്റും, ആ ഒരു കാര്യം നല്ലപോലെ ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതൊരു ക്ലാരിറ്റി ഉള്ള റിലേഷനാണ്. ഇപ്പോൾ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പോലെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു റിലേഷൻ അല്ല. ഇപ്പോൾ ഈ രണ്ട് റിലേഷൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ അംഗീകരിച്ചത് നമ്മുടെ അൻസിബ ആൻഡ് ഋഷിയുടെ റിലേഷനാണ്. ജാസ്മിൻ ആൻഡ് ഗബ്രിയുടെ റിലേഷനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്. അത് നമ്മുടെ ആൾക്കാരുടെ ഒരു സദാചാര ബോധത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഈ രണ്ട് കപ്പിൾസും തമ്മിൽ അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ആ ഒരു ബോണ്ടും ഭയങ്കര സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെയുള്ള ഒരു റിലേഷനാണ് നമ്മൾ ജിൻഡോയും ജാൻമണിയും തമ്മിലുള്ളത്. കാരണം ജാൻമണി എവിക്റ്റായി പോകുമ്പോഴത്തേക്കിനും ഉള്ള ജിൻഡോയുടെ ഒരു കരച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊരു ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ഒരു കരച്ചിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജിൻഡോ ഒരിക്കലും വിചാരിച്ചില്ല ജാൻമണി എവിക്റ്റായി പോകുന്നു. സോ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ ഉണ്ടായ ഒരു അറ്റാക്കും ഒരു പാനിക് അറ്റാക്കും അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് നിന്ന സുഹൃത്ത്, ഒരുമിച്ച് ഗെയിം കളിച്ച സുഹൃത്ത് പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ വളരെയധികം പുള്ളിനെ അത് തളർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ഒരു എപ്പിസോഡ്സിലെല്ലാം കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പോൾ ഈ ജിൻഡോയുടെയും ജാൻമണിയുടെയും ഒരു റിലേഷനും ഇതുപോലെ തന്നെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷനായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ജാസ്മിനും ഗബ്രിയും വഴക്കുണ്ടാക്കിയതുപോലെ അത്രയധികം വഴക്കുണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. ഇപ്പുറത്തെ അൻസിബൻ ഋഷിയാണെങ്കിലും അതുപോലെ അത്രയും വഴക്കുണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വഴക്ക് ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല ഒരു നല്ല റിലേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽസാണ്, രണ്ട് സിറ്റുവേഷനിൽ വളർന്നു വന്ന രണ്ട് ഇൻഡിവിജ്വൽസാണ്. സോ ഒബ്വിയസ്ലി അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, തർക്കങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അത് ഡീൽ ചെയ്യുന്ന രീതി, പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതി, സോ അതിലാണ് ഈ റിലേഷൻ്റെ അതിൻ്റെ ബേസ് അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ഇരിക്കുന്നതെന്ന് ഞാൻ പറയും. അതുപോലെ ഈ 3 റിലേഷനിലും എനിക്ക് ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജാസ്മിൻ ഗബ്രി റിലേഷനകത്ത് വരുന്ന അവരുടെ ഫൈറ്റ്. അപ്പോൾ ആ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ചിലപ്പം ഉറക്കെ സംസാരിക്കുമ്പോഴൊക്കെ മറ്റുള്ളവർ കേൾക്കും. അപ്പോൾ മറ്റുള്ളവർ കേട്ടോട്ടെ കുഴപ്പമില്ല എന്നൊരാൾ പറയുമ്പോഴത്തേക്കിനും ഗബ്രി പറയുന്നുണ്ട്, മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയാണ് നീ സംസാരിക്കുന്നതെങ്കിൽ നീ ഉറക്കെ സംസാരിക്കുക. അപ്പോൾ എനിക്ക് ഉറക്കെ സംസാരിക്കാൻ അറിയാം. സോ ആ ഒരു കാര്യത്തിനോട് എനിക്കൊട്ടും യോജിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ അവിടെയുള്ള വീട്ടുകാർ കേൾക്കുന്ന കാര്യമാണ് ഗബ്രി പറഞ്ഞത്. പക്ഷേ അതിനകത്ത് വേറെ വലിയൊരു പോയിന്റ് ഉണ്ട്. കാരണം അവർ വീട്ടുകാർ കേൾക്കുന്നില്ലെങ്കിലും ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ബാക്കി ഓഡിയൻസ് ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുക.
സോ ഇത്രയേ ഉള്ളൂ. രണ്ട് ആൾക്കാർ തമ്മിലൊരു റിലേഷൻ നിൽക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള റിലേഷനും ആയിക്കോട്ടെ, അതിനിടയ്ക്ക് ഒരു ഫൈറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ വരുന്ന സമയത്ത് അത് മറ്റൊരാൾ അറിയേണ്ട ആവശ്യമില്ല. അത് അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. സോ ഈ ഒരു കാര്യത്തിൽ ഇപ്പം ജാസ്മിനാണെങ്കിലും ഗബ്രിയാണെങ്കിലും ആ ഒരു ഡിസ്കഷൻ നടത്തുമ്പോൾ അവർക്കറിയാം ഉറക്കെ സംസാരിക്കുമ്പോൾ വീട്ടിലുള്ള ആൾക്കാർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ ക്യാമറാസ് അവരെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നറിയാം. പക്ഷേ എന്നിട്ടും അവർ ആ കാര്യം ഡിസ്കസ് ചെയ്തതാണ് അതിനകത്തെ ഒരു റിലേഷനിൽ നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. കാരണം നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ റിലേഷനുള്ള ഏത് കൈൻഡ് ഓഫ് റിലേഷനും ആയിക്കോട്ടെ, അതിലെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. അതിന് കാരണം എന്താണെന്നറിയാം, ഇപ്പം നമ്മൾ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് വിചാരിച്ചു, നമ്മളൊരു പബ്ലിക്കിൽ നമ്മൾ വഴക്കുണ്ടാക്കി. ആ വഴക്ക് ചിലപ്പോൾ നമ്മൾ തമ്മിലുള്ള റിലേഷൻ അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിലേഷനാണ്, അത് കഴിഞ്ഞ് നമ്മളത് മറന്നു. പക്ഷേ ഈ പറഞ്ഞ ചുറ്റുമുള്ള ആൾക്കാരതൊരിക്കലും മറക്കില്ല. മനസ്സിലായില്ല? അപ്പോൾ അവരെ അത് പറഞ്ഞ് നമ്മളെ ആ ഒരു റിലേഷനെ പ്രൊജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അറ്റ് എ പോയിന്റ് അവർക്ക് നമ്മളോട് എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് എടുത്തിട്ട് പ്രയോഗിക്കാനുള്ള ഒരു അവസരവും കൂടെ നമ്മൾ കൊടുക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു റിലേഷനിലായിരിക്കും അപ്പം അതിനകത്തുള്ള ആ ഒരു കാര്യങ്ങൾ അത് നമ്മൾ തന്നെ ഡീൽ ചെയ്ത് തീർക്കണം, സംസാരിച്ച് തീർക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇവിടെ ഞാൻ ഈ കാര്യം പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് അവർ ഇൻറ്റൻഷനലി ചെയ്തൊരു കാര്യമായിരിക്കാം, കാരണം അതൊരു ഷോയാണ്. അപ്പോൾ ആ ഒരു ഷോയുടെ ഭാഗമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലാതെ ശരിക്കും നടന്നൊരു കാര്യമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഗബ്രി എവിക്റ്റഡായി പുറത്ത് പോയി കഴിഞ്ഞ് ഇപ്പം ആൾ ഇപ്പം റീസെൻ്റ്ലി കൊടുത്ത ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിരുന്നു എന്താണ് ഇപ്പം അതിനകത്ത് നടന്ന കാര്യങ്ങളും ട്രോൾസും ഒന്നും കാര്യമായിട്ട് കണ്ടിട്ടില്ല, അപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ജാസ്മിനെ അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിനെ നെഗറ്റീവായിട്ട് അവർ ഇങ്ങനെയാണ് അവരുടെ കുറ്റങ്ങളൊന്നും ഗബ്രി പറയുന്നത് ഞാൻ കണ്ടില്ല. അത് റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം പുള്ളി കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനകത്ത് നടക്കുമ്പോൾ ആ ഒരു മെൻ്റൽ പ്രഷർ, അതിൻ്റെ ഒരു സിറ്റുവേഷനാണ് ആൾക്കാരെ അങ്ങനെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും പ്രൊവോക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ സംസാരിക്കാനും പ്രേരിപ്പിക്കുക. വൺസ് ഹീ ഈസ് ഔട്ട് ഓഫ് ദ ഗെയിം അതവിടെ തീർന്നു. പിന്നെ ആൾക്കാരെ ആ ഒരു ഗെയിമിൻ്റെ പാർട്ടായിട്ട് ഉണ്ടായ ആ ഒരു പ്രശ്നം വെച്ചിട്ട് അത് മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. അതൊരു വളരെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഞാൻ ഗബ്രിയിൽ കാണുന്നത് കേട്ടോ. ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങളെ ഏതെങ്കിലും കൈൻഡ് ഓഫ് റിലേഷൻ പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.